ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുണ്ട് നമ്മളിത് ചക്കക്കുരു മെഴുക്കോട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഈ ചക്കക്കുരു ഇതിൻ്റെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോഴേ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചക്കക്കുരു വേണ്ടിയുള്ള കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൊട്ടി വരുമ്പോഴത്തേന് നമ്മളിത് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുഞ്ഞാക്കി അരിഞ്ഞത് അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് അതുകൊണ്ട് നമ്മളിത് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേണ്ട നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ. അപ്പം നമ്മൾ വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ വേണ്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ ഇളക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർക്കണേ. വെള്ളം ചേർത്ത് നല്ല രീതിയിൽ നോക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ച് നമ്മൾ വേണ്ടൊന്ന് വേവിക്കണം. അത്യാവശ്യം ഉപ്പുണ്ടോയെന്ന് പാകമാണോ നോക്കണം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേണ്ട നമ്മുടെ ചക്കക്കുരു ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കുരുവിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.